നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പത്തിരി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതുപോലെ ഓവനൊന്നും ഉപയോഗിക്കാതെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഒറ്റ ഇരിപ്പിൽ പാത്രം കാലിയാക്കി തരും. അമ്മാതിരി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പൊ മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടാവും. ഇപ്പൊ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് മിക്സറെ വലിയ ജാറ് തന്നെ എടുക്കാം കേട്ടോ. ഞാൻ എടുത്തപ്പോൾ മീഡിയത്തിലുള്ള ജാറായി പോയി. നിങ്ങൾ എടുക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള മിക്സറെ വലിയ ജാറ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിലേക്ക് 2 മുട്ടയും അതേപോലെ തന്നെ 2 കപ്പ് മൈദയും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3 കപ്പ് വെള്ളവും കൂടി ചേർത്ത് മിക്സാക്കി നന്നായിട്ട് തന്നെ ഒന്നും കൂടെ അടിച്ചെടുത്തുകൊണ്ട് വരാവേ. ജാറെടുക്കുമ്പോൾ വലിയ ജാറെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ എല്ലാം കൂടി ചേർത്ത് അടിച്ചെടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും. അതുകൊണ്ടാണ് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ അടിച്ചെടുത്തുകൊണ്ട് വരാം. കണ്ടോ, ഇതുപോലെ അടിച്ചെടുത്ത മിക്സ് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് പാൽപ്പത്തിരിക്ക് ഒരു ഷീറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ മൈദയുടെ മിക്സ് ആദ്യമേ റെഡിയാക്കുന്നത്. ഇപ്പൊ 2 കപ്പ് മൈദയ്ക്ക് 3 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ കുറച്ച് ലൂസായിട്ട് തന്നെ വേണം നമ്മുടെ ഈ മിക്സ് ഇരിക്കാനായിട്ട്. ഇനിയിപ്പോൾ ചൂടായ നോൺ സ്റ്റിക്കിന്റെ പാനിലേക്ക് ഇതേപോലെ മാവ് കോരി ഒഴിച്ച് തീരെ കനം കുറഞ്ഞ ഷീറ്റ് പോലെ റെഡിയാക്കി എടുക്കാം. വേറെ ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും പറ്റി കൊടുക്കണ്ട, പെട്ടെന്ന് ആയിട്ട് വന്നോളും. കണ്ടോ, ഒരു വശമൊക്കെ ഒന്ന് റെഡിയായി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് 2 വശം റെഡിയായി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് എടുത്ത് മാറ്റാം. അപ്പൊ എനിക്കിവിടെ ഒരു 14-15 ഷീറ്റാട്ടോ കിട്ടിയിരിക്കുന്നത്. നമ്മൾ എടുത്ത 2 കപ്പ് മൈദയിൽ ബാക്കി ഷീറ്റെല്ലാം ഇതേപോലെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഒരുപാട് കനത്തിലൊന്നും അല്ലാതെ തീരെ കനം കുറഞ്ഞ ഷീറ്റായിട്ട് തന്നെ വേണം നമ്മൾ റെഡിയാക്കാൻ. അങ്ങനെ ഇതേപോലെ ഒരു പ്ലേറ്റ് നിറയെ ഒരു 15 ഷീറ്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. തീരെ കനം കുറഞ്ഞ ഇതേപോലത്തെ ഷീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് മതി, ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മുട്ടയുടെ മറ്റൊരു മിക്സും കൂടി റെഡിയാക്കി എടുക്കണം. അപ്പൊ അതിനായിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് തന്നെ 4 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിനായിട്ട് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് മുതൽ 1.5 കപ്പ് പഞ്ചസാര വരെ എടുക്കാം. 1 കപ്പ് എടുക്കുമ്പോൾ ഒരു നോർമൽ മധുരം, 1.5 കപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല മധുരം ഉണ്ടാവും. ഇതിലേക്ക് 2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിപ്പോ തിളപ്പിച്ച പാലൊന്നുമല്ല, സാധാരണ കവർപ്പാല് തന്നെയാണ്. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടി അടിച്ചെടുത്തോണ്ട് വരാം. നമ്മുടെ മുട്ടയുടെയും പാലിന്റെയും മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ മിക്സിങ്ങിന്റെ പരിപാടി എന്നൊക്കെ പറയുന്നത്. ഇനിയിപ്പോ നമുക്ക് റെഡിയാക്കി എടുക്കാനേ ഉള്ളൂ. അതിനു മുമ്പായിട്ട് കുറച്ച് നെയ്യിലേക്ക് കാഷ്നട്ടും മുന്തിരിയും കൂടി ഒന്നും ഫ്രൈ ചെയ്തും കൂടി എടുക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് കറുത്ത മുന്തിരിയും അതേപോലെ തന്നെ സാധാരണ മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ കാഷ്നട്ടും മുന്തിരിയും കൂടി ഫ്രൈ ആക്കിയും കൂടി എടുത്ത് മാറ്റി വെക്കാം. ഇപ്പൊ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് നേരെ റെഡിയാക്കി എടുക്കാം. അപ്പൊ ഞാനിവിടെ കേക്ക് ടീൻ ആട്ടോ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള കേക്ക് ടീൻ തന്നെ എടുക്കുക. അതിനുശേഷം ചുറ്റും നെയ്യൊന്ന് പറ്റി കൊടുക്കുന്നുണ്ട്. കൂടാതെ ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുത്ത് അതിന്റെ മേളിലേക്കും കൂടി കുറച്ച് നെയ്യൊന്ന് പറ്റി കൊടുക്കാം. ഇനിയിപ്പോ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ ഷീറ്റും ഇതേപോലെ വെച്ച് കൊടുക്കാം. ആദ്യത്തെ ഷീറ്റ് വെച്ച് കൊടുത്ത് അതിന്റെ മേളിലേക്ക് പാലിന്റെ മുട്ടയുടെ മിക്സ് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. അടുത്ത ഷീറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ലെയർ ആയിട്ട് മുഴുവൻ ഷീറ്റും പാലിന്റെ മിക്സും ഇതേപോലെ റെഡിയാക്കി വെക്കാം കേട്ടോ. അങ്ങനെ മുഴുവൻ ഷീറ്റും അതേപോലെ തന്നെ പാലിന്റെ മിക്സും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ലെയറായി അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഏറ്റവും മേളിൽ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത കാഷ്നട്ടും മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ചൂടായ ഒരു നോൺ സ്റ്റിക്കിന്റെ പാനിലേക്കോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. നടുക്കൊരു സ്റ്റാൻഡ് വെച്ച് കൊടുത്ത് ഇതേപോലെ കേക്ക് ടീനും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. മൂടി വെച്ച് 1 മണിക്കൂർ മീഡിയം ഫ്ലെയിമിൽ റെഡിയായി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. കണ്ടോ, ഇതുപോലെ പൊങ്ങി നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് പുറത്തിറക്കി തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി കുട്ടി പീസായിട്ട് കട്ട് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ട് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്നതാണ്. പിന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് കുറച്ച് സമയം വേണം, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഓവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്ത പോലെ ഓവനിൽ റെഡിയാക്കി എടുത്താലും മതി. അപ്പൊ മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വൈകുന്നേരം നല്ല ചൂട് ചായയുടെ ഒക്കെ കൂടെ നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു പാൽപ്പത്തിരി കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ട്രൈ ചെയ്ത് നോക്കി കമന്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ടും മറക്കല്ലേ. നമുക്കിപ്പോൾ ഇതേപോലുള്ള നല്ല അടിപൊളി പുതിയ വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.